Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Can you sit down with you? കുറെ ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലേ? കഴിഞ്ഞ വെനസ്ഡേ കണ്ടിട്ട് എന്നാണല്ലേ കാണുന്നത്? ഒരാഴ്ചയായില്ലേ? ഓർമ്മയുണ്ടോ? മിസ് എടുത്തത് ഓർമ്മയുണ്ടോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ? എല്ലാവരും കിട്ടിയോ? മിസ് സ്ക്രീൻ ഒന്നും കൂടി വലുതാ. സ്ക്രീൻ നമ്മുടെ പ്രിന്റ് എടുക്കുന്നതല്ലേ? PDF എടുക്കുന്നതല്ലേ? സ്ക്രീൻ ഒന്നും കൂടി. ക്ലാസ് എടുക്കുമ്പോഴാണ് വിചാരിച്ചിട്ട്. ഓക്കെ ആയോ? മിസ് ട്രെയിനിങ് പ്രോസസ്സിന്റെ 3 സ്റ്റെപ്സ് അല്ല പറഞ്ഞത് അല്ലേ? അതെ. നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നീഡ്സ് അസസ്മെന്റ് അല്ലെ? ഒരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ് അല്ലെ? ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ ഏത് സെക്ഷനാണ് അവർ വീക്ക് അല്ലെ? ആ ഒരു എംപ്ലോയീസ് വീക്ക് ആയിട്ടുള്ളത് അല്ലെ? അത് മനസ്സിലാക്കിയിട്ട് വേണം ട്രെയിനിങ് കൊടുക്കാനായിട്ട്. ട്രെയിനിങ്ങിന്റെ ആവശ്യം മനസ്സിലാക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? PDF ചാപ്റ്റർ 4 ഓക്കെ മിസ് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ? നമ്മ എന്താണ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് എയിംസ് ഉണ്ടാവൂലെ? ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ? ആ എംപ്ലോയീസിന് ഇന്ന സ്കില്ലുകൾ ലഭിക്കണം അല്ലെ? അല്ലെങ്കിൽ ഇന്ന ഡെവലപ്മെന്റുകൾ വരണമെന്ന് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ, എയിം ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ എന്താ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഡിറൈവ് ചെയ്തെടുക്കുക അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന് അനുസൃതമായിട്ട് നമ്മൾ എന്ത് വേണം? ട്രെയിനിങ്ങിന്റെ രൂപരേഖ തയ്യാറാക്കണം അല്ലെ? ഏതൊക്കെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തണം അല്ലെ? ട്രെയിനിങ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയായിരിക്കണം? ആരാണ് ട്രെയിനർ അല്ലെ? ആരായിരിക്കണം ട്രെയിനിങ് നടത്തേണ്ടത്? ആരെയാണ് ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിക്കുന്നത്. അത് കഴിഞ്ഞു അതൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ? ഫസ്റ്റ് നീഡ് മനസ്സിലാക്കി. നെക്സ്റ്റ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് അല്ലെ? ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങള് നമ്മൾ തയ്യാറാക്കി സെറ്റ് ചെയ്തു. മൂന്നാമത് വരുന്നത് അതിന് വേണ്ട ഡിസൈനിങ് അല്ലെ? രൂപരേഖ തയ്യാറാക്കി. നാലാമത്തെ എന്താണ്? നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? ആ ഒരു ട്രെയിനിങ് നടപ്പിലാക്കണം അല്ലെ? ആണോ? അപ്പൊ നോക്കിയേ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ട്രെയിനിങ് പ്രോഗ്രാം നടപ്പിലാക്കുക. വൺസ് ദ ഡിസൈനിങ് ഓഫ് ദി ട്രെയിനിങ് പ്രോഗ്രാം ഈസ് അറിയിക്കും, നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കും, നിങ്ങളെ ഓഫീസിൽ നിന്ന് വിവരം അറിയിക്കും കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ക്ലാസ്. എക്സാമിന്റെ കാര്യം ആലോചിച്ച് ഇപ്പോഴേ വരികയാണ്. എന്തിനാ? ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ അല്ലെ? 2 ആഴ്ചയാവുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് once the designing of the training program is concluded അല്ലെ? ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഡിസൈനിങ് രൂപരേഖ അവർ തയ്യാറാക്കി കൺക്ലൂഡ് ചെയ്തു, അവസാനിച്ചു. The next step is to put it into action അല്ലെ? രണ്ടാമത്തത് പിന്നെന്താണ്? അത് പ്രാവർത്തികമാക്കുകയാണ് അല്ലെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ തയ്യാറാക്കി കഴിഞ്ഞാൽ
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് പ്രാവർത്തികമാക്കുക എന്നതാണ്. The foremost decision that needs to be made is where the training will be conducted, either in-house or outside the organization. അതിന് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാന തീരുമാനം എടുക്കേണ്ടത് എന്താണ്? ആ ഒരു ട്രെയിനിങ് എവിടെയാണ് നടത്തേണ്ടത്? ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണോ? അതാണ് ഐദർ ഇൻ ഹൗസ്, ഉള്ളിൽ വെച്ച് തന്നെയാണോ, ഓർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ അല്ലേ? അതല്ലെങ്കിൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ പുറത്ത് വെച്ചാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് അല്ലേ? ആണോ? നെക്സ്റ്റ്, once is determined the time for the training is set along with the trainer who will be conducting the training session അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന് വേണ്ട ടൈം സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ട്രെയിനിങ് എപ്പോഴാണ് നടത്തേണ്ടത് അല്ലെ? ഒരു ടൈം സെറ്റ് ചെയ്യണേ, എവിടെ നടത്തണം അല്ലെ? എപ്പോൾ നടത്തണം, ഏത് സമയത്ത് നടത്തണം എന്ന് അവർ സെറ്റ് ചെയ്യണ്ടേ? ജസ്റ്റ് ട്രെയിനിങ് മാത്രം നടത്തിയാൽ മതി, കറക്റ്റ് ഒരു ടൈമിങ് വേണം അല്ലെ? ഇത്ര മണി മുതൽ ഇത്ര സമയം വരെ അല്ലെ? അപ്പൊ എന്താണ്? അതിന് വേണ്ട ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ഒരു ട്രെയിനർ എന്ത് ചെയ്യണം? ആ സമയത്തിന് അനുചിതമായിട്ട് ട്രെയിനിങ് നടത്തുക. ഓക്കെ ആണോ? ഒരു സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? രാവിലെ മുതൽ ഉച്ച വരെ എന്നുള്ള ഒരു സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് നടത്തുന്ന ട്രെയിനർ, അത് കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനർ എന്ത് ചെയ്യുക? ആ സമയത്ത് എന്ത് ചെയ്യുക? ട്രെയിനിങ് നടത്തുക. നെക്സ്റ്റ് പറയുന്നത് okay, also the trainees are observed continuously throughout the training program to see if it's effective and is able to retain the employees' interest. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രെയിനീസിൽ, അതിൽ ഉൾക്കൊള്ളുന്ന ട്രെയിനീസിന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നമുക്കാണെങ്കിലും ഒരു സെമിനാർ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോ നമ്മുടെ മൈൻഡ് പോകൂലേ? പോവാറുണ്ടോ? നിങ്ങൾ ഫുൾ ടൈം ഇതിൽ എൻഗേജ്ഡ് ആവാറുണ്ടോ? കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ പോകൂലേ? ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് നമ്മൾ കോൺസെൻട്രേഷൻ പോകൂലേ? പക്ഷെ എന്ത് ചെയ്യാന്ന് പറയുന്നതില് നമ്മൾ ട്രെയിനിങ് നടത്തുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന ട്രെയിനീസിനെ അല്ലെ, പരിശീലകരെ എന്ത് ചെയ്യണം? നമ്മൾ തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അല്ലെ? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെയിനിങ് പ്രോഗ്രാം ട്രെയിനിങ് പ്രോഗ്രാം കാര്യക്ഷമമാണ്, അവർക്ക് ഇഫക്റ്റീവായി ലഭിക്കുന്നുണ്ടോ അല്ലെ? പിന്നെന്താണ്? നമുക്ക് ട്രെയിനീസിന്റെ ഇൻട്രസ്റ്റ് അല്ലെ, താല്പര്യം നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് പുതിയ പുതിയ മെത്തേഡുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും ട്രെയിനിങ് നടത്തുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ഒരു സെക്ഷൻ നമുക്ക് അവരെന്ത് ചെയ്യും? ലെക്ചറിങ് പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ എൻഗേജ്ഡ് ആക്കാനായിട്ട് അവരെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ എന്ത് ഇല്ല, എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ലെക്ചറിങ് പോലെ കേട്ടുകൊണ്ടിരുന്നാല് നമുക്ക് തന്നെ ഒരു ബോറിംഗ് ആണ് അല്ലെ? അപ്പൊ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാം, മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും നമുക്ക് ആ ക്ലാസ് കേൾക്കാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ അവരതിൽ ഉൾക്കൊള്ളിക്കും. അപ്പൊ നമ്മൊരു ചെറിയ ഗെയിം കളിച്ച് കഴിയുമ്പോ നമ്മൊന്ന് റീഫ്രഷ് ആവേണം അല്ലെ? നമ്മൊന്ന് റീഫ്രഷ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ക്ലാസ് കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തിരിച്ചു വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? മിസ് ജസ്റ്റ് ഒരു ഇതുപോലെ പറഞ്ഞതാണ്.
ആ ഒരു ട്രെയിനിങ്ങില് എന്താണ് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാര്യക്ഷമമാണോ അല്ലെ, ഫലപ്രദമായിട്ട് ആ ഒരു ട്രെയിനീസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ, കൂടാതെ എന്താണ് എംപ്ലോയീസിന്റെ താല്പര്യം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെയാണോ? അതല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളോട് അവർ എടുക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറില്ലേ? ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടില്ലേ? സെമിനാർ അങ്ങനെയുള്ള പ്രൊജക്ടുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളെയും കൂടി അതിൽ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നിങ്ങൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ ആണോ? ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ട്രെയിനിങ് പ്രോഗ്രാം ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് നമ്മ ഫസ്റ്റ് നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെ. ആ ഒരു ട്രെയിനിങ്ങിന്റെ ഡിസൈനിങ് അവരുടെ ഒബ്ജക്റ്റീവ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്തു, നടപ്പിലാക്കി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ആ ട്രെയിനിങ് പ്രോഗ്രാം നമ്മ ഉദ്ദേശിച്ചത്രയും എന്താണ് എംപ്ലോയീസിന് എന്താണ് കൂടുതലായിട്ടുള്ള നോളജ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഇഫക്റ്റീവ് ആയിരുന്നോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തണ്ടേ? സക്സസ് ആയോ അല്ലെ, ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സക്സസ് ആയോ എന്നറിയാൻ നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തണം അല്ലെ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെ, ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ ഓഫ് ദി ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ വിലയിരുത്തുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ആഫ്റ്റർ ദ ട്രെയിനിങ് ഈസ് ഡൺ, ആ ഒരു ട്രെയിനിങ് അവസാനിച്ചു, അവർക്ക് കൊടുത്തു കഴിഞ്ഞു. The employees are requested to give their feedback on the training section and whether they found it useful or not. എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എംപ്ലോയേഴ്സിനോട് അവരുടെ ഫീഡ്ബാക്ക് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അല്ലെ, അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് whether they found it useful or not അല്ലെ, അത് അവർക്ക് യൂസ്ഫുൾ ആയിരുന്നു അല്ലെ, ആ ഒരു ട്രെയിനിങ് സെക്ഷൻ അവർക്ക് ഉപകാരപ്രദമായിരുന്നു അല്ലെങ്കിൽ അല്ലയോ അല്ലെ, or not എന്നവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നു. Through feedback, an organization can determine the weak spot if there are any and can correct in the next section. അല്ലെ, അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് അവരെ അസസ് ചെയ്തതിന് ശേഷം അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, ആ ഒരു ഓർഗനൈസേഷൻ മനസ്സിലാകില്ലേ എവിടെയാണ് വീക്ക് സെക്ഷൻ എന്ന വീക്ക് സ്പോട്ട് അല്ലെ, പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്പോട്ട് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ അത് കൊടുക്കുന്ന ട്രെയിനർ ആണെങ്കിലും കൂടുതൽ ഇപ്പൊ നമ്മളാണെങ്കിലും നല്ല ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കില്ലേ? ട്രെയിനർ നല്ല കുറച്ചും കൂടെ എന്തൂസിയാസം അല്ലെങ്കിൽ അല്ലെ, ഉത്സാഹമുള്ള ആളല്ലെങ്കിൽ അല്ലെ, ഫുള്ള് ലെക്ചറിങ് മെത്തേഡിലൂടെ ഒക്കെ എടുക്കുമ്പോ നമുക്ക് ബോറടിക്കില്ലേ? അതല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നല്ല ശരിയായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ല, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ഫീഡ്ബാക്കിലൂടെ അവർക്ക് ഏത് ഭാഗത്ത് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് ഏത് ഭാഗത്താണ് പോരായ്മ ഉണ്ടായിട്ടുള്ളത് അല്ലെ, വീക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും നെക്സ്റ്റ് സെക്ഷനിൽ ഇനി നമ്മൾ എന്താണ് ട്രെയിനിങ് നടത്തുമ്പോൾ അത് നികത്താനായും ഈ ഫീഡ്ബാക്ക് അവരെ സഹായിക്കുന്നുണ്ട്, ഈ ഒരു ഓർഗനൈസേഷനെ സഹായിക്കുന്നു. The evaluation of the training program is compulsory because companies invest huge amount of these sections and must know its effectiveness in terms of money. എന്താണ് ഈ ഒരു ഇവാലുവേഷൻ, ഈ ഒരു ഫീഡ്ബാക്ക് എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇവാലുവേഷൻ നടത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാല് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവർ ആ ചെലവാക്കിയ പൈസക്കുള്ള മൂല്യം അല്ലെ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് നിർബന്ധമായും ചെയ്യണം. ഈ ഒരു ഇവാലുവേഷൻ നിർബന്ധമായും ചെയ്യണം. ഓക്കെയാണോ? ഇപ്പൊ നമുക്കറിയാം ഒരു ട്രെയിനറെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം അല്ലെ. ഇപ്പൊ എന്താണ് ട്രെയിനേഴ്സിനൊക്കെ നമ്മൾ അവർലി ബേസ് ചെയ്തിട്ടായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അവർക്കറിയണ്ടേ അവർ ചെലവാക്കിയ ആ ഒരു പൈസക്കുള്ള ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നോ ബെനഫിറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ?
ആ ഒരു ട്രെയിനിങ് കൊണ്ട് എന്റെ ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അറിയണല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് നിർബന്ധമായും ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് അവർ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് ട്രെയിനിങ് മെത്തേഡ്. രണ്ട് തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ് ആണുള്ളത്. ഫസ്റ്റ് there are two types of training method. two ടൈപ്സിലുള്ള അതായത് രണ്ട് തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. കേട്ടിട്ടുണ്ടോ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്? കേട്ടിട്ടുണ്ട്. എന്താണ് എന്താണ് വിഷ്ണു? എക്സാമ്പിൾ അല്ല, എന്താണ് ട്രെയിനിങ് ത്രൂ ജോബ് അല്ലെ? ഓക്കെ. ട്രെയിനിങ് ത്രൂ ജോബ് എന്താന്ന് വെച്ചാല് ആ ഒരു വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് രണ്ടാമത് വരുന്നത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് വെച്ചാല് നമുക്ക് പുറത്ത് അല്ലെ വർക്ക് എൻവിയോൺമെന്റിന് പുറത്ത് വെച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓക്കെ ആണോ? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ജോലി സ്ഥലത്തെ പരിശീലനം. ആ ഒരു ജോലി വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെ അവർക്ക് ആ ജോബ് റോള് കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നത്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാല് വർക്ക് പ്ലേസിന് പുറത്ത് വെച്ചിങ്ങാണിട്ട് ആ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്തിങ്ങാണിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ അറിയാത്തവർക്ക്? നെക്സ്റ്റ്, this type of training is also known as job instruction training. ഈ ഒരു ട്രെയിനിങ്ങിനെ നമ്മ വേറെ ഒരു പേര് കൂടി പറയുന്നുണ്ട്. എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നും കൂടി പറയുന്നുണ്ട്. This training is most commonly used as a method. അല്ലെ ഈ ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ട്രെയിനിങ് മെത്തേഡ് where the individual is placed on a regular job and taught about the skills and vital things to perform the job. അല്ലെ എന്താണ്? ആളുകളെ ആ ഒരു റെഗുലർ ജോബിൽ അവർ ആ സ്ഥിരമായ ജോലിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് അവർക്ക് വേണ്ട സ്കില്ലുകൾ അല്ലെ കഴിവുകൾ എന്താണ് അവരെ ആ ഒരു ജോബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൊരു ഇന്റർവ്യൂവിന് പോയി കാണിട്ട് അല്ലെ നമുക്കൊരു ഇന്റർവ്യൂവിന് നമ്മൾ പോയി അറ്റൻഡ് ചെയ്തു. നമുക്ക് ആ ജോബ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളോട് പറയില്ലേ ഇന്ന ദിവസം വന്ന് ജോയിൻ ചെയ്യാൻ പറയുമല്ലോ അല്ലെ? നെക്സ്റ്റ് ഡേ വന്ന് ജോയിൻ ചെയ്യാൻ പറയും അല്ലെ? ആ ഒരു ഡേ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മ ആ ജോബില് ആ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ട്രെയിനിങ് തരില്ലേ? ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സിലാണ് നിയമിച്ചതെങ്കിൽ ആ ഒരു അക്കൗണ്ട്സിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണ്ട സ്കില്ലുകൾ നമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരില്ലേ ഒരാളുടെ സൂപ്പർവിഷനിൽ? അതാണ് ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ക്ലിയർ ആയോ? where the individual is placed regular job ആ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ ഒരു ജോലിയിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് അല്ലെ കഴിവുകളാണ് വേണ്ടത് അവർ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ എന്തൊക്കെ പെർഫോം ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. നെക്സ്റ്റ് പറയട്ടെ, these are some of the on the job training method. താഴെ കുറച്ച് on the job training മെത്തേഡുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ജോബ് റൊട്ടേഷൻ അല്ലേ? ജോബ് റൊട്ടേഷൻ നടത്താം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു another. നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ട്രാൻസ്ഫർ കിട്ടാറുണ്ട് അല്ലേ? ഉണ്ടോ? മാറ്റം കിട്ടാറുണ്ട് അല്ലെ? പ്രൊമോഷൻ കിട്ടാറുണ്ട് അല്ലെ? പ്രൊമോഷൻ കിട്ടാറുണ്ട് അല്ലെ? നമ്മുടെ ജോലിയുടെ ആ ഒരു സക്സസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? അപ്പൊ എന്താണ് ഇതില് ഇറ്റ് ഇൻക്ലൂഡ്സ് ഈ ജോബ് റൊട്ടേഷനിൽ എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട്? ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു another. ഒരു
ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്കുള്ള മാറ്റം കൂടി ഈ ജോബ് റൊട്ടേഷനിൽ ഉൾക്കൊള്ളുന്നുണ്ട്. The trainee receives job knowledge and gains experience from his supervisor or trainer. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രെയിനി അവരുടെ സൂപ്പർവൈസറിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ട്രെയിനറിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ജോലിയെ കുറിച്ചുള്ള അറിവും അവർക്ക് വേണ്ട എക്സ്പീരിയൻസ് അല്ലെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആർജിക്കുന്നുണ്ട് അല്ലെ. നമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ആര് പറഞ്ഞു തരുന്നുണ്ട്? നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനർ നമുക്ക് പറഞ്ഞു തരും അല്ലേ? ആണോ? ഇപ്പൊ നമ്മളൊരു ഫിനാൻസ് സെക്ഷനിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അല്ലെ, ഫിനാൻസ് സെക്ഷനിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ആ ഒരു ഫിനാൻസ് മാനേജർ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരില്ലേ? സൂപ്പർവൈസർ അതല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഒരു ട്രെയിനർ ഒരു ട്രെയിനർ ഉണ്ടാവും, അവര് പറഞ്ഞു തരില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്? അപ്പൊ the trainee receives job knowledge. ആ ട്രെയിനിക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്? അവരുടെ ജോലിയെ കുറിച്ചുള്ള അറിവ്, അവരുടെ എക്സ്പീരിയൻസ് അല്ലെ. ആരിൽ നിന്ന്? ഫ്രം ഹിസ് സൂപ്പർവൈസർ ഓർ ട്രെയിനർ, അവരുടെ ട്രെയിനറിൽ നിന്ന് അല്ലെങ്കിൽ സൂപ്പർവൈസറിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. This type of training gives an opportunity to the trainee to understand the complication of employees in the other jobs and respect them. അല്ലെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ട്രെയിനിങ്, ഈ ജോബ് റൊട്ടേഷൻ പോലെയുള്ള ട്രെയിനിങ് എന്താണ്? ജോലികളിലെ ജീവനക്കാരുടെ സങ്കീർണതകളെ മനസ്സിലാക്കാനായി സാധിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മ ഒരു ക്ലറിക്കൽ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകളിലെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാകുന്നുണ്ടോ? ജസ്റ്റ് ഫയലുകൾ നോക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്ക് ആ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല അല്ലെ. പക്ഷെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകല്ലേ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിലൂടെ അല്ലെ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താണ് നമുക്ക് ഈ തരത്തിലുള്ള ട്രെയിനിങ് എന്താണ്? ആ ഒരു ട്രെയിനീസിന് ആ ഒരു സെക്ഷനിൽ ആ മറ്റ് ജോബുകൾ അതർ ജോബ്സുകളിലുള്ള സങ്കീർണതകളെ മനസ്സിലാക്കാനും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കുന്നതിനും അവസരം ലഭിക്കുന്നു. ക്ലിയർ ആയത്? ഇപ്പൊ നമ്മൊരു ഡിപ്പാർട്ട്മെന്റില് ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഈ ഒരു സെക്ഷനിൽ മാത്രമായിട്ട് അല്ലെ ഇത്രയും വർക്ക് ലോഡ് വരുന്നത് അല്ലെ, ഇത്രയും ജോലി ബുദ്ധിമുട്ട് വരുന്നത് പറയാട്ടോ ഈ ഒരു സെക്ഷനിലാണെന്ന് വിചാരിക്കില്ലേ. പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി നോക്കട്ടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടി നോക്കട്ടെ, നമ്മ പറയൂ ആദ്യത്തെ ജോലി തന്നെ മതിയായിരുന്നു, ഇത്രയും റിസ്ക് ഉണ്ടായില്ല എന്ന് പറയും അല്ലെ. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ? വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില? ഉണ്ടോ? ഉണ്ട്. പറഞ്ഞിട്ടുണ്ടോ വിഷ്ണു? അങ്ങനെ അനുഭവം ഉണ്ടോ വിഷ്ണുവിന്? ഉണ്ട്. കണ്ടോ? നമ്മ ഒരു ജോലിയിൽ ചെയ്യുമ്പോൾ നമ്മ മറ്റ് അതർ ജോബ്സിലുള്ള കോംപ്ലിക്കേഷനാ അവിടെ എത്രത്തോളം അവർക്ക് റിസ്കുകൾ ഉണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നോ നമ്മ മനസ്സിലാക്കുന്നില്ല. ആ ഒരു സെക്ഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് അയ്യോ ഇത് ഇത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ ഒരു എന്താണ് ജോബ് റൊട്ടേഷൻ നൽകുന്നത്, അതായത് സ്റ്റാഫുകൾക്ക് പ്രൊമോഷൻ നൽകുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ നൽകുന്നത് എന്താണ്? അവർക്ക് മറ്റ് ജോബുകളിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ സങ്കീർണതകളെ മനസ്സിലാക്കാനും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് ഒരു ബഹുമാനം സൃഷ്ടിക്കാനായും സാധിക്കുന്നു. ക്ലിയർ ആയോ? സ്മിതയല്ലേ ചോദിച്ചേ? സ്മിതക്ക് മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെയാണോ ജോബ് റൊട്ടേഷൻ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. കോച്ചിങ് കേട്ടിട്ടുള്ളതാണ് അല്ലെ, നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ് കോച്ചിങ് അല്ലെ. എന്താണ് കോച്ചിങ്? ഒരു സൂപ്പർവൈസറുടെ കീഴില് എന്ത് ചെയ്യുന്നത്? നമ്മ ഒരു ജോലി ചെയ്യാണല്ലേ. ഒരു കോച്ചിന്റെ
അണ്ടറിൽ അല്ലെ, ഒരു സൂപ്പർവൈസറുടെ അണ്ടറിൽ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട് അല്ലെ, നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗത്ത് ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരാണ് അല്ലെ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെ. നമുക്ക് ആ ജോലി 100% കറക്റ്റ് രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട ടിപ്സുകൾ പറഞ്ഞു തരാറുണ്ട് അല്ലെ. അവര് ടിപ്സുകൾ പറഞ്ഞു തരാറുണ്ടോ? ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കിയേ, കോച്ചിങ് എന്താണെന്ന്? The trainee is assigned to a particular supervisor who acts as a coach in training the individual. എന്താണ് ആ ഒരു ട്രെയിനീസ് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറെ അവർ അസൈൻ ചെയ്യാണ് അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്? who act as a coach in training the individual. ആ ഒരു ഇൻഡിവിജ്വലിന്, അതായത് ആ ഒരു എംപ്ലോയീസിന് അവർ എന്ത് ചെയ്യുന്നുണ്ട്? നിർദ്ദേശങ്ങൾ കോച്ചായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ, ആക്ട് ചെയ്യുന്നു. The supervisor provides feedback to the trainee on his performance. അല്ലെ, എന്താണ് ആ ഒരു ട്രെയിനീസിന്റെ ആ ഒരു എംപ്ലോയീസിന്റെ പ്രവർത്തനത്തിന്, പെർഫോമൻസിന് ഈ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഈ ഒരു കോച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ പോരായ്മകൾ എന്താണ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ ഈ ട്രെയിനീസിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആൻഡ് പ്രൊവൈഡ്സ് ഹിം വിത്ത് സം സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്? ടിപ്സുകൾ അല്ലെ, ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള എന്ത് കൊടുക്കുന്നുണ്ട്? സജഷൻസ്, നിർദ്ദേശങ്ങൾ ഈ ഒരു കോച്ച് ഈ ഒരു ട്രെയിനീസിന് കൊടുക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ, നമ്മൾ സ്ഥിരം കേൾക്കുന്നത് അല്ലെ. എന്താണ് ഈ ഒരു എംപ്ലോയീസ് എന്ത് ചെയ്യുന്ന ഒരാളെ നിയമിക്കുകയാണ് അല്ലെ, എന്താണ് അവരുടെ ഡ്യൂട്ടീസ് അല്ലെ പറഞ്ഞു കൊടുക്കുന്ന, സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കുന്നു. ഈ ഒരു കോച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആ ഒരു ട്രെയിനീസിന്റെ പെർഫോമൻസിന് അവർ എന്ത് കൊടുക്കുന്നുണ്ട്? ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. പോരായ്മകൾ ഉണ്ടോ, ബെറ്റർ ആക്കാനുണ്ടോ അല്ലെ. എന്നിട്ട് അതിനനുസരിച്ച് എവിടെയൊക്കെയാണ് പോരായ്മകളെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് എന്താണ് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സുകൾ അല്ലെ, സജഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? കോച്ചിങ്. നെക്സ്റ്റ്, ജോബ് ഇൻസ്ട്രക്ഷൻസ്. ജോബ് PDF ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? ഇല്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ PDF. നോക്കാട്ടോ സ്മിത. നിനക്ക് ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഓഫീസിൽ നിന്ന് ടെക്സ്റ്റിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഇല്ല. ഓക്കെ. അപ്പൊ സൗകര്യമുള്ളവർ എങ്ങനെയാന്ന് വെച്ചാൽ PDF എടുക്കുക. എന്നിട്ട് ഓരോ ചാപ്റ്റർ എടുക്കുന്നതനുസരിച്ച് PDF എടുക്കുക. എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും ഈ മൊബൈല് നോക്കിയിരുന്ന് പഠിക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം നമ്മുടെ കണ്ണിനും അല്ലെ. അപ്പൊ PDF എടുക്കുകയാണെങ്കിൽ, പ്രിന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. മിക്സുമാരെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രിന്റിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ചും കൂടി സൗകര്യമായിരിക്കും കേട്ടോ. പ്രിന്റ് എടുത്ത് വെച്ചാല്. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ. ജോബ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ജോബിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ. പേരിൽ തന്നെയുണ്ട്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. ഈ ഒരു ട്രെയിനിങ് മെത്തേഡിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് training എന്നും പറയുന്നുണ്ട്. Under this method, the trainer explains to the trainee the way of doing the jobs, knowledge and skills and enabling to do the job. അല്ലെ, എന്താണ് ആ ഒരു ജോലി എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർ ദിസ് മെത്തേഡ്, ഈ ഒരു ജോബ് ഇൻസ്ട്രക്ഷൻസ് മെത്തേഡില് ട്രെയിനർ എന്ത് കാര്യങ്ങളാണ് ട്രെയിനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ദ വേ ഓഫ് ഡൂയിങ് ദ ജോബ് അല്ലെ, ആ ജോലി എങ്ങനെ ചെയ്യണം അല്ലെ, അതിന് വേണ്ട നോളജ് എന്താണ് അല്ലെ,
സ്കിൽസുകൾ എന്താണ്, കഴിവുകൾ എന്താണ് അല്ലെ, ആ ജോലി ചെയ്യാൻ. പിന്നെ എന്താണ്, ആൻഡ് ഇനേബിൾസ് ഹിം ടു ഡു ദ ജോബ് അല്ലെ, ആ ഒരു ട്രെയിനർ ആ ഒരു ട്രെയിനിയെ ആ ഒരു ജോലി ചെയ്യാനുള്ള പ്രാപ്തനാക്കുക കൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട, ഇപ്പൊ ഞാനൊരു ട്രെയിനി ആണെങ്കിൽ, ഞാനൊരു പരിശീലകയാണെങ്കിൽ എന്റെ ട്രെയിനർ എന്ത് ചെയ്യും, എനിക്ക് ആ ജോലി ചെയ്യാൻ വേണ്ട ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് എന്നെ ആ ജോലി ചെയ്യിക്കുന്നതിലൂടെ എനിക്ക് അത് ജോലി ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി, ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നു. ക്ലിയർ ആയോ? അവർക്ക് വേണ്ട the trainee the way of the jobs അല്ലെ, ആ ഒരു ട്രെയിനർ പറഞ്ഞു കൊടുക്കാണ് എന്താണ് ആ ഒരു ജോബ് അല്ലെ, ആ ഒരു ജോലി എങ്ങനെ ചെയ്യണം അല്ലെ, അതിന് വേണ്ട നോളജ്, കഴിവ് എന്താണ്, അറിവ് എന്താണ്, അതിന് വേണ്ട സ്കിൽ എന്താണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു ജോലി ആ ട്രെയിനീസിനെ കൊണ്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തി, ഒരു കഴിവ് അവന് ഉണ്ടാക്കിയെടുക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ കിച്ചണിൽ കയറുന്നവർക്ക് അറിയാം, നമ്മളൊരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അമ്മ അല്ലെ കൂടെ നിന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ടോ? ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് നമ്മളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിച്ചെടുക്കും അല്ലെ. ആ ഒരു കറി വെക്കാനും അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ നമ്മളൊരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കാണോ ചെയ്യുന്നത്? നമ്മ കൂടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തന്ന് നിർദ്ദേശങ്ങൾ തന്ന് അല്ലേ. അപ്പൊ അതേപോലെ ഇവിടെ എന്താണ്, ട്രെയിനർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെ, നിർദ്ദേശങ്ങൾ പറഞ്ഞു തന്ന് ആ ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് ആ ട്രെയിനിക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് കമ്മിറ്റി അസൈൻമെന്റ് അല്ലെ. കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിന്റെ കീഴിൽ എ ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഈസ് ടാസ്ക്ഡ് ടു സോൾവ് ആൻ ആക്ച്വൽ ഓർഗനൈസേഷൻ പ്രോബ്ലം. ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ട്രെയിനീസിന് എന്ത് കൊടുക്കാണ്, ഒരു ടാസ്ക് പോലെ കൊടുക്കാണ്. സോൾവ് ആൻ ആക്ച്വൽ ഓർഗനൈസേഷൻ പ്രോബ്ലം, ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു എന്താണ്, ഒരു ടാസ്ക് ട്രെയിനീസിന് ഒരു കൂട്ടം സ്റ്റാഫുകൾക്ക് കൊടുക്കുകയാണ്. The trainees solve the problem together and develop teamwork and unity. ഈ ട്രെയിനി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടമായിട്ട് അല്ലെ, ടീം വർക്ക് ആയിട്ട് ചെയ്ത് എന്താണ്, യൂണിറ്റിയോട് കൂടി അല്ലെ, ഐക്യത്തിൽ പ്രവർത്തിച്ചിട്ട് എന്താണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ആ ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? ഒരു ബിസിനസ് സ്ഥാപനത്തില് അതെന്താണ്, പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ വർഷം എന്താണ് കുറവാണ് അവർക്ക് പ്രോഫിറ്റ് ലഭിച്ചത്, അല്ലെങ്കിൽ അവരുടെ സാധനം അവർ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിച്ചത് കുറവാണ് അല്ലെ, ഓഡിറ്റിംഗ് ഓക്കെ, വിറ്റഴിച്ചത് കുറവാണ്. അപ്പൊ അവർക്ക് അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കാലോ, ഈ വർഷം എൻഡിങ് ആവുമ്പോഴേക്കിനും ആ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കാലോ. സെയിൽസിലുള്ള അല്ലെ, സെയിൽസിലുള്ള ടീമിന് ഒരു വർക്ക് പോലെ, ഒരു ടാസ്ക് പോലെ കൊടുക്കാലോ. കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ പ്രോഡക്റ്റ് ഇത്തവണ വിപണിയിൽ വിറ്റഴിക്കണം അല്ലെ, ആ മാർക്കറ്റിംഗ് ചെയ്യണം അല്ലെ. അതൊരു എക്സാമ്പിൾ അല്ലേ, കമ്മിറ്റി അസൈൻമെന്റിനോട് എക്സാമ്പിൾ അല്ലേ. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് ടാർഗറ്റ് കൊടുക്കുക അല്ലെ. ഓക്കെ, ഓരോരുത്തർക്കും സെയിൽ ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ടാർഗറ്റ് കൊടുക്കുക, എത്ര ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യണം അല്ലെ. ഓക്കെ, ഓക്കെ ആണോ? കമ്മിറ്റി അസൈൻമെന്റ്, ജോബ് ഇൻസ്ട്രക്ഷൻസ്, കോച്ചിങ്, ജോബ് റൊട്ടേഷൻ, അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. എക്സാമ്പിൾ ഓഫ് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്, കോച്ചിങ് എന്താണ്, ജോബ് റൊട്ടേഷൻ എന്താണെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പഠിക്കും. നെക്സ്റ്റ് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് മെത്തേഡ് എന്താണ്, അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്, ഈ മെത്തേഡിന്റെ ഈ ട്രെയിനിങ് മെത്തേഡില് കീഴിൽ എന്താ വരുന്നത്, ദ ട്രെയിനി ഈസ് റിമൂവ്ഡ് ഫ്രം ദ ജോബ് സെറ്റിംഗ്
and concentrates on learning the material related to his future job performance. അല്ലെ എന്താണ് അവരുടെ ആ ജോബ് സെറ്റിംഗ്സിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവർ എന്തിനു വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഓൺ ദ ലേണിംഗ് ദ മെറ്റീരിയൽ റിലേറ്റഡ് അല്ലെ എന്താണ് മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനത്തിനും ലേണിംഗിനും ടു ഹിസ് ഫ്യൂച്ചർ ജോബ് പെർഫോമൻസ് അല്ലെ അവരുടെ ഭാവിയില് ജോബിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ അടിസ്ഥാനത്തിലുള്ള ഒരു പഠനത്തിലേക്ക് ലേണിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ റോൾ പ്ലേ ഒക്കെ പറയാറില്ലേ? റോൾ പ്ലേ കേട്ടിട്ടുണ്ടോ? റോൾ പ്ലേ കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കുട്ടികളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഉണ്ട്. എന്താണ് റോൾ പ്ലേ? എന്താണ്? ഇപ്പൊ ഒരു എന്തെങ്കിലും റോൾ പ്ലേ നമ്മ ഇപ്പൊ ഒരു ഗാന്ധിജിയെ കുറിച്ച് റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? മോഡല് പോലെ അല്ലെ? അപ്പൊ ഗാന്ധിജിയുടെ ഒരു റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മ ഗാന്ധിജി ആവുകയാണ് അല്ലെ? അതേപോലെ നമ്മ പെർഫോം ചെയ്യാണ് അല്ലെ? അതേപോലെ നമുക്ക് രൂപം ഉണ്ടാക്കും അല്ലേ? ആണോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓഫ് ദ ജോബ് മെത്തേഡിൽ വരുന്ന എക്സാമ്പിൾ ആണ്. റോൾ പ്ലേ, ലെക്ചർ മെത്തേഡ്, കോൺഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? ആക്ച്വൽ ജോബ് സെറ്റിംഗ്സിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യാണ്? റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? നാടകമൊക്കെ പോലെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കുമുള്ള ട്രെയിനിങ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ജോബ് സെറ്റിംഗ്. ശരിക്കുമുള്ള അല്ലെ ജോലികൾ, യഥാർത്ഥത്തിലുള്ള ജോലികളിൽ നിന്ന് നീക്കം ചെയ്ത് ഭാവിയിലെ ജോലിയുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ. These are some of the job training methods. Vestibule training. Vestibule training കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? Vestibule training കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നോക്കിയേ, ഇല്ല. In this method, actual work condition are recreated in classroom. എന്താണ് in this method? ഈ മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? ആക്ച്വൽ വർക്ക് കണ്ടീഷൻ ആർ റീക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം അല്ലെ? ആ ഒരു ക്ലാസ് റൂമില് ആ ഒരു വർക്ക് കണ്ടീഷൻ, ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു വർക്ക് കണ്ടീഷൻ അവരെ റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്താണ് മോക്ക് കിച്ചൺ സൃഷ്ടിക്കൂലേ? ഷെഫിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യഥാർത്ഥ കിച്ചൺ അല്ല, ഒരു മോക്ക് കിച്ചൺ സൃഷ്ടിക്കുക. അതെന്താണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മ ക്ലാസ് എടുക്കൂലേ? ടീച്ചേഴ്സിന് മോക്ക് ക്ലാസ് റൂമുകൾ കൊടുക്കും. എന്നിട്ട് അവിടെയുള്ള കുറച്ച് ആളുകളെ പിടിച്ച് മോക്ക് ഡ്രില്ല് പോലെ കുറച്ച് ആളുകളെ പിടിച്ചിങ്ങാണ്ട് അവരെന്ത് ചെയ്യും? സ്റ്റുഡൻസ് ആയിട്ട് അവരെ ഇരുത്തിയിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ പറയും. അതെന്താണ്? യഥാർത്ഥത്തിലുള്ള ഒരു ക്ലാസ് റൂം അല്ല അല്ലെ? റീക്രിയേറ്റ് ചെയ്യുന്നതല്ലേ അത്? യഥാർത്ഥത്തിലുള്ള ഒരു ക്ലാസ് റൂം ആണോ അത്? അല്ല അല്ലെ? അല്ല. അതെന്താണ്? റീക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? പുനഃസൃഷ്ടിക്കുന്നതാണ് അല്ലെ? സെമിനാർ വരും. സെമിനാർ നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ടല്ലേ ചെയ്യുന്നത്? നമുക്ക് സെമിനാർ അങ്ങനെ വരുന്നേ നോക്കാം. മോക്ക് ഡ്രില്ല് പോലെ നോക്കാം. ഓക്കെ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഇപ്പൊ അക്കോഷോ കാണുന്നില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ അക്കോഷോ കാണുന്നുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ടായിരിക്കില്ല അക്കോഷോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ശരിക്കും അവിടെ എന്താ പറയുന്നത്? നമ്മ സമുദ്രത്തിന്റെ അടിയിലേക്ക് കൂടി പോകുന്നത് ഇല്ല. ഓക്കെ. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതെന്താ പറയുന്നത്? നമ്മ സമുദ്രത്തിന്റെ അടിയിലേക്ക് കൂടി യാത്ര ചെയ്യുന്നതാണ് അല്ലെ? അങ്ങനെയല്ലേ? പക്ഷെ നമ്മ ശരിക്കും സമുദ്രത്തിന്റെ അടിയിൽ കൂടെ യാത്ര ചെയ്യുന്നതാണോ അത്? അക്കോശാല അത് റീക്രിയേറ്റ് ചെയ്യണം അല്ലെ? അതേപോലെ നമുക്കൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാണ് അല്ലെ? ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ആണ്. അപ്പൊ അതേപോലെയുള്ളതാണ് എന്ത്?
വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ക്ലിയർ ആയോപ്പാ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണെന്ന്? ആക്ച്വൽ വർക്ക് കണ്ടീഷൻ എന്താണ്? ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു സ്പേസില് റീക്രിയേറ്റ് ചെയ്യുന്നത്, പുനഃസൃഷ്ടിക്കുന്നതിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. 3D പോലെ. ഓക്കെ. മെറ്റീരിയൽസ്, ഫയൽസ് ആർ മെറ്റീരിയൽസ്, കോമയുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്. മെറ്റീരിയൽസ്, ഫയൽസ് and the needed equipment are also used in training. എന്താണ് നമ്മ ഒരു ജോലി സ്ഥലത്ത് കറക്റ്റ് നമ്മ ഒരു യഥാർത്ഥ ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഫയലുകള്, അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ എന്താണ് ഈ ട്രെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. This type is used for training personnel for clerical and semi-skilled jobs. നമ്മൾ സെമി സ്കിൽഡ് ജോബ്സുകളിലും പിന്നെ എന്താണ് ക്ലറിക്കൽ ജോബുകളിലേക്കുമാണ് ഈ ഒരു വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ HR സെക്ഷൻ ഒക്കെ ഇല്ലേ, HR ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിന്റെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് മിസ് നേരത്തെ പറഞ്ഞത് റോൾ പ്ലേയിങ്. It is defined as a method of human interaction that involves realistic behavior in an imaginary situation. ഈ മെത്തേഡ് എന്താണ്? ഒരു സാങ്കല്പിക സാഹചര്യത്തില് യഥാർത്ഥ ബോധമുള്ള ഒരു പെരുമാറ്റം അല്ലെ, ഒരു ഇന്ററാക്ഷൻ, ഹ്യൂമൻ ബിഹേവിയർ ഉൾക്കൊള്ളുന്നതാണ് റോൾ പ്ലേയിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗാന്ധിജി, അത് ശരിക്കും ഒരു ശരിക്കും നമ്മ ഗാന്ധിജി ആണോ? ആണോ? അല്ല അല്ലെ, അത് ഒരു ഇമേജിനറി സിറ്റുവേഷൻ ആണ് അല്ലെ. നമ്മ എന്താണ് റിയൽ സിറ്റുവേഷൻ അവിടെ റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ ചെയ്യുന്നത്. റിയലിസ്റ്റിക് ബിഹേവിയർ അവിടെ ക്രിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ശരിക്കുമുള്ള ഒരാള് ഗാന്ധിജിനെ നമ്മ അവിടെ കൊണ്ടുവരാണ് അല്ലെ, നമ്മുടെ പ്രകടനത്തിലൂടെ നമ്മൾ അവിടെ കൊണ്ടുവരല്ലേ ചെയ്യുന്നത്. ആണോ? കുട്ടികളുള്ളവരുണ്ടോ? ഇതില്ല ഉണ്ട്. അവർക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അവര് ഗാന്ധിജി ആകുന്നുണ്ട് അല്ലെ, ഝാൻസി റാണി ആകുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? റോൾ പ്ലേ ആണ് അല്ലെ. അതിലൂടെ അവരെന്താണ് മെസ്സേജസ് പാസ് ചെയ്യാറുണ്ട് അല്ലെ. പ്രച്ഛന്നവേഷം. ഓക്കെ, പ്രച്ഛന്നവേഷം പോലെ. ഓക്കെ, ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ റോൾ പ്ലേയിങ്? Okay. Next, this method of training focuses on practical action-based learning. ഈ ഒരു ട്രെയിനിങ് എന്തിനേക്കാണ് കേന്ദ്രീകരിക്കുന്നത്? ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ വർക്കുകൾ അല്ലെ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്. ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ് അല്ലെ. ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ ഡു ചെയ്യില്ലേ, വർക്ക് ചെയ്യില്ലേ ചെയ്യുന്നത്. ആക്ഷൻ ബേസ് ചെയ്ത് പഠിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഗാന്ധിജിയുടെ ആക്ഷൻ കാണിച്ചാണ് അല്ലെ നമ്മൾ മറ്റുള്ളവരെ അത് പറഞ്ഞു കൊടുക്കുന്നത്. ഗാന്ധിജിയുടെ രൂപം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അവരൊരു ആക്ഷൻ കാണിച്ചിട്ടല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുന്നത്. ജോബിൽ എങ്ങനെയെന്ന് വെച്ചാല് ആ ഒരു പെർഫോമൻസ്, ഈ ഒരു എന്താണ് ഫിനാൻസ് മാനേജർ ഇങ്ങനെയായിരിക്കണം, ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെയായിരിക്കണം, ആളുടെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് റോൾ പ്ലേ ചെയ്തൂടെ? ആളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയായിരിക്കണം, ഏ ഓക്കെ ആയോ? പറയാ പഠിക്കാത്ത പല കാര്യങ്ങളും പഠിക്കാണല്ലേ റോൾ പ്ലേ. ഓക്കെ ആയിപ്പ റോൾ പ്ലേ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെ? Next, this method is most commonly used for developing interpersonal interaction and relations. അല്ലെ, ഇതെന്താണ്? ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ അല്ലെ, മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഇടപെടല്, പിന്നെ അവരുമായിട്ടുള്ള ബന്ധം, റിലേഷൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ റോൾ പ്ലേയിങ്?
നെക്സ്റ്റ് ലെക്ചർ മെത്തേഡ്. നിങ്ങൾ പൊതുവായിട്ട് കേൾക്കുന്നതും നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും, ലെക്ചർ മെത്തേഡുകളിലായിരിക്കും അല്ലെ. The lecture is a traditional and direct method of instruction. Lecture method എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെ, പണ്ട് മുതൽ ഉപയോഗിക്കുന്നതും ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതുമായ ഒരു മെത്തേഡ് ആണ്. The instruction organize the material and gives it to a group of trainees in the form of a verbal lecture. അല്ലെ, നമ്മ വായ്മൊഴിയിലൂടെ വെർബൽ ആയിട്ട് നമ്മ പറയുകയാണ് ചെയ്യുന്നത്. മിസ് പറയുന്ന പോലെ എന്താണ്, വെർബൽ ആയിട്ട് പറഞ്ഞാണ് അല്ലെ അവർക്ക് കൊടുക്കുന്നത് അല്ലെ. The instructor organize അല്ലെ, ആ ഒരു ഇൻസ്ട്രക്ടർ അതായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന എന്താണ് ട്രെയിനർ, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് കൂടാതെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് വേണ്ട കാര്യങ്ങൾ അവർ വെർബൽ ആയിട്ട് വായ്മൊഴിയിലൂടെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. This is best suited to train a large group of training. ഒരു വലിയ ഗ്രൂപ്പ്, കുറെ ആളുകളുള്ള ഒരു ട്രെയിനീസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ലെക്ചർ മെത്തേഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓക്കെ അല്ലേ മക്കളെ, എല്ലാം ക്ലിയർ ആയില്ലേ? ഇപ്പൊ മിസ് എടുത്തത് വരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? റോൾ പ്ലേ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ലെക്ചർ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് കോൺഫറൻസ്. കോൺഫറൻസ് എന്താണെന്ന്, ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. ഈ മെത്തേഡ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്ലറിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽസ് ആണ് ഈ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ദിസ് ഇൻവോൾവ്സ് a group of people who put forth ideas, examine and share facts, ideas, assumptions and draw of conclusions. അല്ലെ, കോൺഫറൻസ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെ, ഒരു ഗ്രൂപ്പ് പേഴ്സൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഐഡിയാസ് ഷെയർ ചെയ്യില്ലേ? ഇതാണ് കോൺഫറൻസ്. ഒന്നും കണ്ടിട്ടില്ല. ഇന്ററാക്ഷൻ നടത്തും. ഓക്കെ വിഷ്ണു പറയും. ഓക്കെ, ഇന്ററാക്ഷൻസ് നടത്തും. ഇന്ററാക്ഷൻ നടത്തുന്നത് എന്താണ്? ഇന്ററാക്ഷൻ നടത്തുന്നത് അവരുടെ ഐഡിയാസ് ആണ് അല്ലെ, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഐഡിയാസ് അല്ലെ. ഐഡിയാസ് ആൻഡ് തോട്ട്സ്. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവര് പറയുന്ന കാര്യങ്ങള് വിലയിരുത്തും അല്ലെ, എക്സാമിൻ ചെയ്യും അല്ലേ. ആ ഫാക്ട്സുകൾ അല്ലെ, അവര് പറയുന്ന കാര്യങ്ങൾ എക്സാമിൻ ചെയ്യും. ഐഡിയാസ്, അസംപ്ഷൻസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവര് പറയുന്ന കാര്യങ്ങൾ അല്ലെ, ഐഡിയാസ്, ഫാക്റ്റുകൾ അല്ലെ, അതൊക്കെ എന്ത് ചെയ്യും? അവര് എക്സാമിൻ ചെയ്തിട്ട് അവര് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്തിച്ചേരാണ് അല്ലെ. കൺക്ലൂഷനിൽ എത്തിച്ചേരുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ദിസ് ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്താണ്? ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അവരുടെ ഐഡിയാസ്, അവരുടെ ഫാക്റ്റുകൾ, അവരതിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെ, അവരുടെ അസംപ്ഷൻസ്, അതായത് അവരുടെ നിഗമനങ്ങൾ അല്ലെ, അതൊക്കെ അവർ പറഞ്ഞിട്ട് അവസാനം അത് പരിശോധിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൺക്ലൂഷനിൽ അല്ലെ, എൻഡിങ്ങിലേക്ക് എത്തിച്ചേരുന്നു. The leadership quality of the person who leads the group determines the success of this mind. പക്ഷേ ഈ ഒരു കോൺഫറൻസ് മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം അല്ലെ, ഒരു ലീഡർ ഉണ്ടായിരിക്കണ്ടേ? ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടെ എന്ത് പറ്റും? പല അഭിപ്രായങ്ങൾ വരുമ്പോ എന്ത് പറ്റും? ചിലപ്പോ തല്ലു നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ, ഒരു അടി നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഈ
തർക്കം നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ, ആ ഒരു പേഴ്സൺ, അതായത് അത് നയിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ലീഡറിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു മെത്തേഡ് സക്സസിലേക്ക് എത്തുന്നത് അല്ലെ, വിജയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ ആണോ? ഓക്കെ. Next, programmed instructions. Programmed instructions പറയുന്നത് in recent years this method has become popular and the subject matter learned is being presented is in a carefully planned sequential series. ഈ എന്താണ് പ്രോഗ്രാംഡ് റിസൺ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള അല്ലെ ഒരു മെത്തേഡ് ആണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ല, ഈ ഒരു മെത്തേഡിൽ പറയുന്നത് നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എന്തിനെ കുറിച്ചാണ് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന്? ഇല്ലേ? ചിലപ്പോ ഒരു ജോബിനെ കുറിച്ചാകാം അല്ലെ, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും മെഷീനറീസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തിനെ കുറിച്ചാവാം അല്ലെ. പല കാര്യത്തെ കുറിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അപ്പൊ ആ ഒരു സബ്ജക്ട് മാറ്റർ നമുക്ക് എന്തിനാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് ആ ഒരു സബ്ജക്ട് മാറ്ററിന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പല സീക്വൻഷ്യൽ സീരീസ്, പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ ആയോ? And the subject matter is learned is being presented in a carefully planned sequential series. നമുക്ക് എന്തിനാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് അതിന്റെ പല ഭാഗങ്ങളായിട്ട് അല്ലെ, പല സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് വിഭജിച്ചിട്ട് ആ ഓരോ പാർട്ടുകൾക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷെ ഇത് നോക്കിയേ, ദിസ് മെത്തേഡ് ഈസ് എക്സ്പെൻസീവ് അല്ലെ. അപ്പൊ പല പാർട്ടുകളാകുമ്പോഴേ നമ്മ ആദ്യത്തെ പാർട്ടില് ട്രെയിനിങ് കൊടുത്തു, അത് സക്സസ് ആയി കഴിയുമ്പോ നെക്സ്റ്റ് പാർട്ടിൽ കൊടുക്കണം അല്ലേ? ആണോ? അങ്ങനെയല്ലേ? അത് കഴിയുമ്പോ തേർഡ് പാർട്ടിൽ കൊടുക്കണം അല്ലെ. പക്ഷെ അപ്പൊ ഇത് നോക്കിയേ, ദിസ് മെത്തേഡ് ഈസ് എക്സ്പെൻസീവ്. നമ്മ ഓരോ പാർട്ടിയിലും കൊടുത്തു കഴിയുമ്പോഴേ അത് കൂടുതൽ എക്സ്പെൻസീവ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? ദിസ് മെത്തേഡ് ഈസ് എക്സ്പെൻസീവ്. ഈ മെത്തേഡ് ഒരുപാട് ചെലവേറിയതും ടൈം കൺസ്യൂം അല്ലെ, ഒരുപാട് സമയം ആവശ്യമായി വരുന്നതുമാണ്. ക്ലിയർ ആയോ? In recent years, this method has become popular. അല്ലെ, ഈ അടുത്ത വർഷങ്ങളിലായിട്ട് അല്ലെ, ഈ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഇതെന്താണ്, ഈ രീതി ആർജിച്ചിട്ടുണ്ട് അല്ലെ. ബിക്കം പോപ്പുലർ, ജനപ്രിയം ആർജിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആ ഒരു മാറ്റർ, ആ ഒരു സബ്ജക്റ്റിനെ പല സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് അല്ലെ, പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടും ഒരുപാട് ടൈം ആവശ്യമായി വേണ്ടി വരുന്ന ഒരു മെത്തേഡാണ്. ക്ലിയർ ആണോ? ഇന്നത്തെ ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, വായിച്ചു നോക്കുന്നുണ്ടോ? വായിച്ചു നോക്കണോ? എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റത്തെ പ്രോഗ്രാമിഡ് ലേണിംഗ് ആണോ? പ്രോഗ്രാമിഡ് ലേണിംഗ് ആണോ സ്മിത? പ്രോഗ്രാം ലേണിംഗ് എന്ന് പറഞ്ഞാല് നമ്മിപ്പോ ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എവിടെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് അല്ലെ? ഒരു പുതിയ എംപ്ലോയീസിനാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഉള്ള എംപ്ലോയീസിന് കമ്മിറ്റി അസൈൻമെന്റ്? ഓക്കെ, അതൊന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു സെക്ഷന് നമ്മ എന്ത് ചെയ്യും, പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും.
എന്നിട്ട് ഓരോ ഭാഗത്തിനും ഇപ്പൊ ഒരു എന്താണ് എക്യുപ്മെന്റിനെ കുറിച്ചാണെങ്കിൽ ആദ്യം ആ ഒരു എക്യുപ്മെന്റുകളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ആ ഒരു എക്യുപ്മെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതിനെന്ത് ചെയ്യും, ആ ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ അതിന് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും, ഒരുപാട് എക്സ്പെൻസീവ് ആവുന്നതും ഒരുപാട് സമയം ചെലവഴിക്കുന്നതുമാണ് അല്ലെ. ആണോ? ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ പ്രോഗ്രാം ലേണിംഗ്? നെക്സ്റ്റ് ഏതാ പറഞ്ഞേ? കമ്മിറ്റി അസൈൻമെന്റ് അല്ലെ. കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് ആക്ച്വൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ആക്ച്വൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് പ്രോഡക്റ്റ്, ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവർക്ക് ശരിക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചിന്തിക്കേ. മിസ് പറഞ്ഞുതരാം. വേറെ മിസ് നേരത്തെ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു, മെഷീനറി ബ്രേക്ക് ഡൗൺസ് അല്ലെ. അപ്പൊ ആ ഒരു മെഷീനറി ബ്രേക്ക് ഡൗൺസിന് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു ബ്രേക്ക് ഡൗൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവരെന്താണ് ഒരു ഗ്രൂപ്പ് ആളുകൾക്ക്, ആ മെഷീനറീസ് ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് അവരുടെ ഒരു ടാസ്ക് പോലെ കൊടുക്കുകയാണ്. ക്ലിയർ ആയോ? ആ മെഷീനറീസ് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾ മെഷീനറീസ് വർക്ക് ചെയ്യുന്ന ഉണ്ടാവോ? ഉഷ്ണോ? ഉണ്ടാവും. അപ്പൊ ആ ഒരു കുറച്ച് ജോലിക്കാർക്ക് എന്താണ് അതൊരു ടാസ്ക് പോലെ കൊടുക്കാണ്. ആ ഒരു മെഷീനറീസ് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പൊ അവരെന്ത് ചെയ്യും, അതിനെക്കുറിച്ച് റിസർച്ചുകളല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കില്ലേ. അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യോ, ആക്ടിവിറ്റീസ് ചെയ്യോ. എന്താണ് മെയിൻ്റെനൻസ് ചെയ്യാ അല്ലെ, മെയിൻ്റെനൻസ് ചെയ്യാം. ഓയിൽ കൊടുക്കും അല്ലെ, ഓയിൽ കൊടുക്കും. എന്തെങ്കിലും കേടായ അല്ലെ, ഡാമേജ് ആയ പാർട്സുകൾ മാറ്റാലോ, നമുക്ക് സ്പെയർ പാർട്സുകൾ മാറ്റാം അല്ലെ. പലതും ചെയ്തൂടെ അവർക്ക്. പീരിയോഡിക് സർവീസസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ അവരെന്ത് ചെയ്യും, അതിന്റെ ആ പ്രോബ്ലം പരിഹരിക്കുന്ന ഒരു ടീം വർക്കിലൂടെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലൂടെ അവരെന്ത് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം പരിഹരിച്ചു കൊടുക്കുന്നു. ക്ലിയർ ആയോ? കമ്മിറ്റി അസൈൻമെന്റ്. പക്ഷേങ്കിൽ ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യില്ലേ. അതായത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് ആ ഒരു പ്രശ്നം അവർക്ക് കൊടുത്തും കണ്ട് അവര് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ബാക്കി ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു ഓൾ.